ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സാറ്റർഡേ എടുത്ത വീഡിയോ ആണ്. അപ്പം ഞാൻ ഒരു 7:30 അങ്ങനെ ആയപ്പോഴാണ് എഴുന്നേറ്റത്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടന്നതായിരുന്നു. എന്നിട്ട് വീണ്ടും ഒരു 7:30 സമയത്ത് എഴുന്നേറ്റു. അപ്പോൾ വന്ന പാടെ ഞാൻ തലേന്നത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതുണ്ടാകും. അതൊക്കെ അതിൻ്റെ സ്ഥാനങ്ങളിലേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്നെനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തലേന്നത്തെ സാമ്പാറുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ദോശമാവും ബാക്കി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ സാമ്പാർ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശമാവ് ഞങ്ങൾ എല്ലാവർക്കും ഒക്കൂല. അപ്പോൾ ഞാൻ കരുതി അതിലേക്ക് കുറച്ച് റാഗി പൗഡർ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് ബാറ്റർ കുറച്ച് കൂടുതലാക്കാം. അങ്ങനെ അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്റർ ഒന്ന് ഇതാക്കുന്നുണ്ട്. ഞാനിതാ ബാറ്റർ അവിടെ റെഡി ആയപ്പോൾ ഞാൻ ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഈ തട്ട് ദോശ ഉണ്ടാക്കാമെന്ന്. റാഗി പൗഡറൊക്കെ ചേർത്തിട്ടുള്ള ഒരു തട്ട് ദോശ. ഇതാ കല്ല് ചൂടായി വന്നപ്പോൾ ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം സാമ്പാറും തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഓംലേറ്റും ഉണ്ടാക്കുക എല്ലാവർക്കും. അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കുക്കർ മറ്റേ വലിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ചെറിയ അടുപ്പിലേക്ക് ഒരു പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓംലേറ്റിന് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വേഗം അരിഞ്ഞെടുക്കട്ടെ. അതിന് സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ എൻ്റെ സാമ്പാർ ഇവിടെ തിളച്ച് വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തട്ട് ദോശ ഒരു സൈഡായിട്ട് ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഓംലേറ്റൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ആ ഓംലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. ഇനി അത് അവിടെ നിന്ന് ആവട്ടെ. ഈ സമയം ഞാൻ എൻ്റെ തട്ട് ദോശയായിട്ട് അടുത്ത ദോശയാക്കിയിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹസ്ബൻഡും കുട്ടികളും ഒക്കെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ടുണ്ട്. ഹസ്ബൻഡിന് ഇന്ന് ഓഫീസുണ്ട്, ഉച്ച വരെയുള്ളൂ. അപ്പം ഹസ്ബൻഡ് പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവുന്നുണ്ട്. കുട്ടികൾക്ക് പിന്നെ ഹോളിഡേ ആണല്ലോ. അങ്ങനെ ഇത് ഒരു ഓംലേറ്റായി ഞാൻ അടുത്ത ഓംലേറ്റും ആക്കിയിട്ടുണ്ട്. ദോശയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അയിലയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ലഞ്ചിനൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട്. അങ്ങനെ ദോശ ചുടലൊക്കെ കഴിഞ്ഞു. ഓംലേറ്റ് ഒരു സൈഡിൽ നിന്ന് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായക്കുള്ള പാലും വെച്ച് അങ്ങനെ ആ ചായയും റെഡിയായി. ഞങ്ങൾ നല്ല പോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഹസ്ബൻഡ് ഓഫീസിൽ പോയി. പിന്നെ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകാൻ നിന്നു. റാഗി തട്ട് ദോശ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അലക്കിയിട്ട ഡ്രസ്സ് എനിക്ക് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ മടക്കി വെക്കാൻ നിന്നു. ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ സ്കൂളിലെ ഹോംവർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു. ലഞ്ചിൻ്റെ പണി തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ കരുതി ചട്ടിച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് സാമ്പാർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ഐറ്റംസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള അരി എടുത്തിട്ട് അതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കുന്നതാണിത്.
അങ്ങനെ അരിയൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നമുക്ക് അടുപ്പിലേക്ക് മാറ്റണം. അങ്ങനെ ചോറ് അവിടെ നിന്ന് ആവുന്നുണ്ട്. ഈ സമയം ഞാൻ കരുതി വെള്ളത്തിലിട്ട് വെച്ച ചെമ്മീനും അയിലയും ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വേഗം തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. ഈ ചെമ്മീനും അയിലയും ഞാനിത് ഇന്നിപ്പോൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി അങ്ങ് കട്ട് ചെയ്തത് ഫ്രീസറിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞാൻ ചട്ടിച്ചോറാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ കരുതി കുറച്ച് ചെമ്മീൻ വറ്റിച്ചതും അയില പൊരിച്ചതും ഉണ്ടാക്കാം. പിന്നെ രാത്രിയിലേക്ക് വേണ്ടിയിട്ട് ചെമ്മീൻ്റെ ഉണ്ട ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുള്ള ചെമ്മീൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ വറ്റിച്ചതിന് വേണ്ടതും എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ചെമ്മീൻ ഞാൻ ഫ്രീസറിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ചട്ടിച്ചോറിലേക്ക് ഒരു അയില പൊരിച്ചത് ഉണ്ടാക്കാം, എല്ലാവർക്കും കൂടി ഒരു ചട്ടിയിൽ തന്നെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അയില മാത്രം ഫ്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഒന്ന് മാത്രം ഞാൻ ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാക്കി അയിലനെ ഞാൻ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അത് പിന്നെ കറി വെക്കുമ്പോൾ എടുത്താൽ മതിയല്ലോ. അങ്ങനെ മീനിൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കരുതി ചെമ്മീൻ വറ്റിച്ചതിൻ്റെ പണിയെടുക്കാം. അപ്പോൾ ഒരു വലിയ ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിലാണ് ഞാൻ ഇന്ന് ചട്ടിച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതുന്നത്. അപ്പോൾ ചെമ്മീൻ വറ്റിച്ചതിൻ്റെ ആ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് നല്ല പോലെ ചതച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സവാള ഒന്നും ചേർക്കുന്നില്ല. വെളുത്തുള്ളിയും കറിവേപ്പിലയും തക്കാളിയും മാത്രമാണ് ചേർക്കുന്നത്. അങ്ങനെ വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് ഇനി നല്ല പോലെ ഒന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. അങ്ങനെ അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കരുതി വറവുണ്ടാക്കാം. അപ്പോൾ ഇന്ന് ക്യാബേജ് വറവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അങ്ങനെ ക്യാബേജ് എല്ലാം നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കട്ടെ. പിന്നെ അത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ ക്യാബേജിൻ്റെ ഇതിൽ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അതിലേക്ക് നമ്മൾ ഈ ക്യാബേജിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വറവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് അതൊരു ലോ ഫ്ലെയിമിൽ അവിടെ കിടന്നിട്ട് ആവട്ടെ. ഈ സമയം ഞാൻ എൻ്റെ ചെമ്മീൻ വറ്റിച്ചതിൻ്റെത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ ചെറിയ രീതിയിൽ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ച് മീനൊന്ന് മസാല പരക്കി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ അതവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഡിന്നറിന് ചെമ്മീൻ്റെ ഉണ്ടയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലും അത് കാണാത്തവർക്ക് വേണ്ടി ഇതിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ആദ്യം ഒന്ന് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ പീസായി കട്ട് ചെയ്ത് ചെമ്മീനുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചെമ്മീനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നോളും. അപ്പോൾ അതിനെ ഒന്ന് അതിൽ കിടന്നിട്ട് വെന്ത് വരട്ടെ. അടച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ക്യാബേജ് വറവ് ചെറിയ അടുപ്പിലേക്ക് മാറ്റി നമ്മുടെ ചെമ്മീൻ വറ്റിച്ചത് വലിയ അടുപ്പിലേക്ക്, അങ്ങനെ അടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇവിടുന്ന് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വറവ് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ വറവ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനി അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഉണ്ടൻ്റെ ചെമ്മീൻ അവിടെ വെന്ത് വരുന്നുണ്ട്. അതുപോലെ ചെമ്മീൻ വറ്റിച്ചതിൻ്റെ അതും വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വറവിനെ ആ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ആ ചെമ്മീൻ വറ്റിച്ചതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ചെമ്മീൻ വറ്റിച്ചതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെക്കാം. കുറച്ചുകൂടി അതൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ അതാ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും നല്ലപോലെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതേ ചട്ടിയിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുൻപ് ചെയ്ത ഈ ചെമ്മീൻ ഉണ്ടൻ്റെ റെസിപ്പീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോ. അപ്പോൾ ഇതിൽ ഞാൻ അത് വേറൊരു രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എളുപ്പത്തിലുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ഇത് ഈ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ല പോലെ അതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ചെമ്മീൻ വറ്റിച്ചതിൻ്റെത് നല്ലപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി എന്തായാലും ചട്ടിച്ചോറാണല്ലോ, അപ്പോൾ നമുക്ക് പപ്പടം ആവശ്യമുണ്ടല്ലോ. പപ്പടം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ സവാളയും ഞാൻ ഇടയ്ക്കിടെ വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിനു വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനുണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം.
ഈ സമയം എൻ്റെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ പപ്പടം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഈ ചെറിയ അടുപ്പിൽ നിന്ന് പപ്പടം ഫ്രൈ ചെയ്യുമ്പോൾ അതൊരു ഫ്രൈ ആവാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ ചട്ടി വലിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേഗം തന്നെ ബാക്കിയുള്ള പപ്പടം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ പപ്പടമൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ നമ്മുടെ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചെമ്മീൻ മസാലയും റെഡി ആവുന്നുണ്ട്. ആ ചെമ്മീനും സവാളയും ഒക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. ഇതാ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇങ്ങനെയും ചേർക്കാം, അതല്ല എങ്കിൽ നമുക്കൊരു ബൗളിൽ കുറച്ച് തേങ്ങയും മുളക് പൊടിയും വെളുത്തുള്ളി ചതച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഞാനിന്ന് പെട്ടെന്ന് എളുപ്പപ്പണിക്ക് എന്നുള്ളത് ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തേങ്ങയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം എൻ്റെ മീൻ ഒരു സൈഡായപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെൻ്റെ ചെമ്മീൻ മസാല റെഡിയായിട്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അതെല്ലാം പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാമെന്ന്. അങ്ങനെ ചട്ടിച്ചോറിൻ്റെ എല്ലാ സാധനങ്ങളും റെഡിയായി. അപ്പം ഞാൻ കരുതി കുറച്ച് മോരും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തൈരും പച്ചമുളകും കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അത് നല്ലപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ എൻ്റെ മോരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാം റെഡി ആയപ്പോൾ ഞാൻ കരുതി വേഗം തന്നെ ആ ഗ്യാസ് സ്ഥലങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ പെട്ടെന്നൊക്കെ അതൊക്കെ തുടച്ചെടുത്തു. എല്ലാം അതിൻ്റെ മേലയിൽ ചോറും കറികളൊക്കെ അതിൻ്റെ മേലെ കയറ്റി വെച്ചു. അപ്പോൾ ഇനി ഞാൻ കരുതി നമ്മുടെ ചെമ്മീൻ ഉണ്ടിൻ്റെ പണിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ റൊട്ടിപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് മാവ് നല്ലപോലെ കുഴച്ചെടുക്കാം. അങ്ങനെ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഉണ്ട വെക്കാനാണല്ലോ, അപ്പോൾ കുറച്ച് സമയം എടുക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് കൊണ്ട് മെല്ലെ ചെയ്യാം. ഈ സമയം കുട്ടികൾ താഴെ റൂമിൽ പോയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റക്കാണ്. അപ്പോൾ വേഗം തന്നെ അവർ വരുന്നതിന് മുൻപായിട്ട് പണികളൊക്കെ തീർക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ നമ്മുടെ അരിമാവിൽ നിന്ന് ഒരു ചെറിയൊരു ബോൾ എടുത്തിട്ട് അതൊന്ന് ഇതുപോലെ കുഴിയാക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ തയ്യാറാക്കി വെച്ച ചെമ്മീൻ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ബോളാക്കി എടുക്കാം. അങ്ങനെ ഇതാ ഒരു ബോൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇതാ ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി നമുക്ക് ആവിച്ചമ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഞാൻ ഇന്ന് ഈ ഉണ്ട ഉണ്ടാക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഈവനിങ് പുറത്ത് പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കരുതി ഇങ്ങനത്തെ ഫുഡാകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനും എളുപ്പമാണ്, പുറത്ത് പോയിട്ട് കഴിക്കുന്നേരം ബുദ്ധിമുട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. അപ്പോൾ അതവിടെ അടുപ്പിലാക്കിയതിന് ശേഷം ഞാൻ പിന്നെ വേഗം വന്ന് എല്ലാ സ്ഥലവും അടിച്ചു വരാൻ നിന്നു. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തന്നെ എല്ലാ സ്ഥലവും ഒന്ന് വേഗം തുടക്കാനും നിന്നു.
തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വേഗം കുളിക്കാൻ കയറി. അപ്പോൾ ഇതൊക്കെ എനിക്ക് അയൺ ചെയ്യാനുള്ള ഡ്രസ്സായിരുന്നു. ഹസ്ബൻഡിൻ്റെതും കുട്ടികളുടേതും യൂണിഫോമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വീക്കെൻഡിൽ 1 വീക്കിനേക്കുള്ളത് അയൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ അതൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് ഫ്രഷായി നിസ്കരിച്ചു. അപ്പോഴേക്കും ഹസ്ബൻഡ് ഓഫീസും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഇനി ചട്ടിച്ചോറ് സെറ്റാക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ വറ്റിച്ചതിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് ഞാൻ ചട്ടിച്ചോറ് സെറ്റാക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയുള്ളത് ഈ ചട്ടിയിൽ തന്നെ സെറ്റാക്കാമെന്ന് കരുതി. ഓരോരുത്തർക്ക് ഓരോ ചട്ടിയാക്കാതെ ഇതിൽ തന്നെ എല്ലാവർക്കും ഉള്ളത് സെറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് ആ ചെമ്മീൻ വറ്റിച്ചതിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ചട്ടിയിലുള്ള കുറച്ച് ഗ്രേവിയും കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ചോറൊന്നിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ബാക്കിയുള്ള ചോറും ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള ചോറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ സാമ്പാറുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ സാമ്പാർ എടുത്തത് കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല കട്ടിയായിട്ടായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിനെ ലൂസാക്കിയിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ അങ്ങ് ചട്ടിയിൽ വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ചെമ്മീൻ വറ്റിച്ചതുണ്ടല്ലോ, അതും ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാബേജ് വറവുണ്ടല്ലോ, അതും ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അയില പൊരിച്ചതും ഒരു സൈഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് നാരങ്ങയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചട്ടിച്ചോറിൻ്റെ മെയിൻ ഐറ്റമായ നമ്മുടെ മുട്ട ഓംലേറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സൈഡിലായിട്ട് നമുക്ക് പപ്പടവും വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ എൻ്റെ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോരും അത് മറന്നുപോയി, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പപ്പടം ഞാൻ 3 എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴിച്ചു തുടങ്ങാം. അപ്പോഴേക്ക് ഹസ്ബൻഡ് ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ റെഡിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ നമ്മുടെ മീൻ പൊരിച്ചതും മുട്ട ഓംലേറ്റും പപ്പടത്തിൻ്റെ ആ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാമ്പാറും നമ്മുടെ ചെമ്മീൻ വറ്റിച്ചതും ക്യാബേജ് വറവും പിന്നെ മീൻ പൊരിച്ചതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ഈ ചോറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട ഓംലേറ്റും ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പപ്പടത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം പൊട്ടിച്ചിട്ട് അതും ഈ ചോറിലേക്ക് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ അത് കുറച്ച് ഉപ്പ് നാരങ്ങ അതും മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ചെടുത്തിട്ട് ഞാൻ ആദ്യം തന്നെ ആ ഉരുളെടുത്തിട്ട് മോനിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് മോനിക്ക് വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവന് സൂപ്പർ എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഈവനിങ് ആണ് പുറത്ത് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പക്കവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാറിൽ നിന്ന് തന്നെ ചായ കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ പോകാൻ വിചാരിച്ചിട്ടുള്ളത് ജുമേറ 2ലുള്ള ദുബായ് ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അവിടത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ കാറിൽ നിന്ന് ചായ ഒക്കെ കുടിച്ച് അവിടേക്ക് ഞങ്ങൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയത്. അങ്ങനെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചൂടുമുണ്ട്. ഞങ്ങളവിടെ എത്തുമ്പോഴേക്ക് തന്നെ നല്ല ട്രാഫിക്കും ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മഗ്രിബ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തി. അപ്പോൾ മോൻ്റെ സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ അവിടത്തേക്ക് പോയി. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ നടന്നിട്ട് ആ വെള്ളത്തിലേക്ക് പോയി. നല്ല രസമുണ്ടായിരുന്നു. ചൂടിന് ആ വെള്ളത്തിൽ കാല് വെക്കുമ്പോൾ നല്ലൊരു സുഖം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കാറ്റ് കുറവായിരുന്നു. നമ്മൾ ബീച്ചിൽ പോയതാണെങ്കിലും ആ ഒരു ഫീല്, അതായത് നല്ല തണുത്ത കാറ്റൊന്നും ഉണ്ടായില്ല. നല്ലൊരു ചൂട് ഇതിൽ തന്നെയായിരുന്നു. എങ്കിലും വെള്ളത്തിൽ കളിക്കുമ്പോൾ നല്ല സുഖമുണ്ടായി. ഞങ്ങൾ കുറച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ അവിടെ ഇരുന്നു. പിന്നെ കുട്ടികൾ
സ്ലിം ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കളിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും ഹസ്ബൻഡും അവിടെ നമ്മുടെ മാറ്റൊക്കെ വിരിച്ചിട്ട് ഇരുന്നു. കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വെള്ളത്തിൽ കൂടുതലായിട്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല. അവർ ഈ സ്ലിം ഷോട്ടും ഫുട്ബോളൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ നിന്ന് കളിച്ച്. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് അവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി എല്ലാം ഫ്രഷായി നമ്മൾ കൊണ്ടുപോയ ചെമ്മീൻ്റെ ഉണ്ടല്ലോ അതൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഞങ്ങൾ കുറച്ചൊരു ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.